കർഷകരുടെ വരുമാനവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ 7 പ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രിസഭ. ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ, കൃഷി വിജ്ഞാൻ കേന്ദ്ര ശാക്തീകരണം, കന്നുകാലി ആരോഗ്യ പരിപാലനം എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്ക് നീക്കിവെച്ചത് 13,966 കോടി രൂപ. ഉൽപ്പന്ന വിലത്തകർച്ച നേരിടുന്ന കർഷകൻ ഇതുകൊണ്ടെല്ലാം രക്ഷപ്പെടുമോ? ചോദ്യം ബാക്കി. ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനമായ സെബിയെ നിയന്ത്രിക്കുന്ന മാധബി പുരി ബുച്ച് ഒരേ സമയം 2 സ്ഥാപനങ്ങളിൽ നിന്ന് ശമ്പളം വാങ്ങിയോ? സെബി ചെയർപേഴ്സണായ ശേഷവും അതുവരെ ജോലി ചെയ്ത ICICI ബാങ്കിൽ നിന്ന് 16 കോടി രൂപ ശമ്പളമായി വാങ്ങിയെന്നാണ് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ആരോപണം. മാധബി പ്രതികരിച്ചിട്ടില്ല. കാനഡയിൽ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം തൊഴിലെടുക്കുന്നതിൽ നിയന്ത്രണം വരുത്തിയിരിക്കുകയാണ് കാനഡ സർക്കാർ. തൊഴിൽ സമയം ആഴ്ചയിൽ 24 മണിക്കൂർ മാത്രം. വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ്. അവധിക്കാലത്ത് കൂടുതൽ സമയം ജോലിയെടുക്കുന്നതിന് തടസ്സമില്ല. ഓഹരി വിപണിയിൽ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഇന്ന് കയറിയിരിക്കുന്നത് 320-ൽ പരം കമ്പനികളാണ്. ഇക്കൂട്ടത്തിൽ TCSഉം ഭാരതി എയർടെല്ലും സർവകാല റെക്കോർഡ് സ്ഥാപിച്ചു. തുടർച്ചയായി കുറെ ദിവസങ്ങളായി പച്ച കത്തിക്കിടക്കുകയാണ് ഓഹരി വിപണി. സ്വർണ്ണ വിപണിയിൽ ചെറിയ ഇടിവ്. ഗ്രാമിന് 25 രൂപ കുറഞ്ഞു. ഒരാഴ്ചക്കിടയിൽ കുറഞ്ഞത് 360 രൂപ. കാറിന്റെ വിലയോളം പോന്ന തുക ഇഷ്ട രജിസ്ട്രേഷൻ നമ്പർ കിട്ടാൻ മുടക്കുന്നവരുണ്ടോ? ഉണ്ടെന്നാണ് മുംബൈയിലെ ഫാൻസി നമ്പറുകൾക്ക് മഹാരാഷ്ട്ര സർക്കാർ ഇട്ടിരിക്കുന്ന വില കേട്ടാൽ തോന്നുക. 0001 എന്ന VIP നമ്പർ കിട്ടാൻ മുടക്കേണ്ടത് ചുരുങ്ങിയത് 5 ലക്ഷം രൂപയാണ്. നിലവിലുള്ള സീരീസിൽ ലഭ്യമല്ലെങ്കിൽ മുടക്കേണ്ടത് 15 ലക്ഷം. കയ്യിൽ കാശുണ്ടെങ്കിൽ ചെലവാക്കാൻ എന്തെല്ലാം വഴികൾ? ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.